ഹലോ ഗൈസ്, നമ്മള് കിൽ മൂവി കാണാൻ പോവാണ്. 9:30ക്കാണ് ഷോ. ഇപ്പൊ എന്തായാലും സമയം 9 മണിയായി. അതിനൊരിക്കലും അടുത്തിട്ട് പോയി പിക്ക് ചെയ്യണം. ഞാനവരുടെ കൂടെ പോണത്. തണുത്തിട്ട് നല്ല തണുപ്പ്, മഴ മാറിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മഴ നനയുകയും ചെയ്ത്. നല്ല തണുപ്പ്. എന്തായാലും അവരെ പോയി പിക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ അവരെന്തായാലും പിക്ക് ചെയ്ത് അവൻ്റെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അവന്റെ വാക്സിന്റെ കടയിൽ ആ ബൈക്ക് വെക്കണം. എന്നിട്ട് ഞങ്ങൾ ഈ ബൈക്കിൽ എൻ്റെ വിളിച്ച് പോകും. അങ്ങനെയാണ് ഞങ്ങള് ഇറങ്ങാറ്. പിന്നെ ഇപ്പൊ എന്തായാലും 9:10 9:30 ഷോ. ജീവിതത്തിലാണ്. ഇവിടെ ഷോ ഉണ്ടായില്ല. ഷോ മൊത്തം എറണാകുളം സൈഡായിരുന്നു. PVR, പിന്നെ അങ്ങനത്തെ മാളുകളിലും സിനിപോളിസ്, പിന്നെ വനിത ഇതിലുണ്ടായി. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. ടൈമുകളിലൊക്കെ എപ്പം നോക്കിയാലും സീറ്റ് ഉണ്ടാവില്ല. പക്ഷെ ജീവിതത്തിന് ഇപ്പോൾ സീറ്റ് ഉണ്ട്. അവനവിടെ പോകുന്നുണ്ട്. ആ ഫ്രണ്ടിൽ പോണ അവനാണ്. അപ്പൊ ഞാൻ എന്തായാലും അവനവിടെ പോയിട്ട് വരാം. ബൈ. തിയേറ്ററിലെത്തി. തിയേറ്ററിൽ ഒന്നേക്കണം. സുഹൈൽജി പോയിട്ട് വരാം. മസ്റ്റ് തിയേറ്റർ വാച്ച് ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണണം. വേദനക്കെട്ടവിടെയൊക്കെ എടാ വയലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി വയലൻസ്. തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെയുള്ളൊരു വയലൻസ് പടം കാണുന്നത്. പൊന്നല്ലേ, ഞാൻ എന്തായാലും ഒരു കൂട്ടുകാരുടെ കടയിലോട്ട് പോണ്. അവിടെ പോയിട്ട് ഇനി ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ ബ്രോ. പട്ടം ഒരു രക്ഷയില്ല. അമ്മാതിരി പടം. അതായത് ഇമ്മാതിരി ഒരു പട്ടം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. മനസ്സിലായോ? എടാ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വയലൻസ്. ഈ ലെവലിൽ നിൽക്കണം. നീ ലെവലിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം. അപ്പൊ എന്തായാലും മരടെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. തട്ടം കുടിച്ചിട്ട് ഇവൻ്റെ കടയിൽ കൊണ്ടുവന്നാക്കും. പിന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. എന്നിട്ട് വീട്ടിൽ പോവാം. എന്നിട്ട് ഫുഡ് കഴിക്കാം, കിടന്നുറക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവനെ കൊണ്ടുവന്നാക്കണം. ഇനി നമുക്ക് വീട്ടിൽ പോകണം. അവനെ വീടെത്തിട്ട് വരാം. എല്ലാവരെയും കൊണ്ടുവന്നാക്കി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇത്രേ ഉള്ളൂ. എനിക്ക് റിവ്യൂ ഇതിനേക്കാൾ നന്നായിട്ട് പറയണമെന്നുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് നോക്കട്ടെ. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, 12% ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം. അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ.